സർ, എന്ത് പറ്റി സർ? ഒന്നുമില്ല, അടുത്ത പേഷ്യന്റ് വിളിച്ചു. സുനിൽ സർ, ആ കിരണിന്റെ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തു. വീടുമായിട്ട് അയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ പ്രായമായ അച്ഛനും അമ്മയുണ്ട്. അയാളുടെ അനിയനാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത്. കോളേജിൽ അയാൾ പഠിച്ചത് ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിലും തുടങ്ങിയത് ഫിറ്റ്നസ് സെന്റർ ആണ് സർ. അത് നല്ല രീതിയിൽ റൺ ചെയ്യുന്നുമുണ്ട്. ഫിറ്റ്നസ് സെന്റർ തുടങ്ങുന്നതിനായിട്ട് നല്ലൊരു തുക ലോൺ എടുത്തിട്ടുമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും തിരിച്ചടവ് മുടങ്ങിയിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ മനഃപൂർവ്വം മുങ്ങിയതാവാൻ വഴിയില്ല. അയാളുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി ഒന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അറിവിൽ അയാളുടെ ഒരേ ഒരു വരുമാനം ഈ ഫിറ്റ്നസ് സെന്ററാണ്. പക്ഷെ അതിനേക്കാൾ വളരെ കൂടുതൽ പണം അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ 13-ാം തീയതി ബുധനാഴ്ച 5 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഒരു വിനായകന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാണാതാകുന്നതുവരെ മറ്റു പലരുമായും ഇതുപോലെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അതായത് നമുക്കറിയാത്ത ഏതോ രീതിയിൽ അയാൾ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിന്റെ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല ബിസിനസ് ആവാൻ വഴിയില്ല. അതുകൊണ്ടാവും പറയാതെ പോയത്. ഞാൻ അയാളുടെ ഫോൺ റെക്കോർഡ്സ് ചെക്ക് ചെയ്തു. അയാളെ കാണാതായതിന്റെ തലേദിവസം രാത്രിയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരിക്കലും അത് ഓൺ ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ നമുക്കറിയാത്ത വേറെ ഏതെങ്കിലും നമ്പർ അയാൾക്കുണ്ടായിരിക്കും. വേറെ ബിസിനസ്സിന് പോകുമ്പോൾ വേറെ നമ്പർ ആയിരിക്കും അയാൾ ഉപയോഗിക്കുക. അത് മാത്രമല്ല, കാണാതായ ശേഷം കഴിഞ്ഞ 7 ദിവസത്തിനിടയിൽ അയാൾ ഒരിക്കൽ പോലും ATM കാർഡ് ഉപയോഗിച്ചിട്ടില്ല. ബാങ്കിൽ നിന്ന് മറ്റേതെങ്കിലും രീതിയിൽ പണം പിൻവലിച്ചിട്ടുമില്ല. സ്ഥിരമായി കാർഡ് ഉപയോഗിക്കുന്ന ഒരാൾ 7 ദിവസമായി പണം പിൻവലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നല്ല ലക്ഷണമല്ലല്ലോ. ശരിക്കും ഇതൊരു ഒറ്റപ്പെട്ട വീടാണല്ലോ. കിരണിനോട് വാടകയ്ക്ക് താമസിക്കുക. ഉടമസ്ഥൻ അമേരിക്കയില. അപ്പോൾ മിസ്റ്റർ മാത്യു ജോസഫ്. കാറിന്റെ മേലെ അധികം പൊടിയില്ലല്ലോ. മിനിഞ്ഞന്ന് മഴ പെയ്തല്ലോ. നമ്മൾ ആദ്യം നടത്തുന്ന പരിശോധനയാണ് ഏറ്റവും പ്രധാനം. കുന്തം പോയാൽ കുടത്തിലും തിരിയുന്ന സ്വഭാവമായിരിക്കണം ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക്. എത്ര നിസ്സാരമായ കാര്യങ്ങൾ കണ്ടാലും അത് നോട്ട് ചെയ്ത് വെക്കണം. നിസ്സാരമായ കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുന്നത്. സാറ് കള്ളനാവാത്തത് നാട്ടുകാരുടെ ഭാഗ്യം. കള്ളനെ പിടിക്കാൻ അതിലും വലിയ കള്ളനാവണം വീര. ഒറ്റനോട്ടത്തിൽ അസാധാരണമായൊന്നും തോന്നില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് ശേഷമായിരിക്കും അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിനു മുമ്പ് ആ ലാപ്ടോപ്പ് എവിടെയാണെന്ന് അറിയണം.